നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ജ്യോതിഷ വീഡിയോ തുലാം രാശിക്കാർക്ക് വേണ്ടിയുള്ളതാണ്. 2026 മുതൽ 2030 വരെയുള്ള സമയം തുലാം രാശിക്കാരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് വളരെ വിശദമായി നമുക്ക് നോക്കാം. തുലാം രാശിയുടെ അധിപൻ സൗന്ദര്യത്തിന്റെയും സമ്പത്തിന്റെയും പ്രതീകമായ ശുക്രനാണ്. ശനി നിങ്ങളുടെ 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. രാഹു 5ാം ഭാവത്തിലും കേതു 11ാം ഭാവത്തിലും നിലകൊള്ളുന്നു. കർമ്മസ്ഥാനമായ 10ാം ഭാവത്തിലാണ് വ്യാഴത്തിന്റെ സ്ഥാനം. ഇനി ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സ്വാധീനങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വിശദമായി നോക്കാം. 2026 ഡിസംബർ 6 വരെ രാഹു നിങ്ങളുടെ 5ാം ഭാവത്തിൽ തന്നെയായിരിക്കും തുടരുക. 5ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു പ്രധാനമായും ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തുക അല്ലെങ്കിൽ സ്ഥിരതയില്ലാതാക്കുക എന്നതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കിയവരായിരിക്കാം. എങ്കിലും ഞാനെടുത്ത കോഴ്സ് ശരിയാണോ, എനിക്കിതിൽ നല്ലൊരു ഭാവി ഉണ്ടാകുമോ എന്നിങ്ങനെ സ്വന്തം കഴിവിനെ കുറിച്ചും പഠനത്തെക്കുറിച്ചും അനാവശ്യമായ ഒരു ഭയവും സംശയവും രാഹു നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. രാഹുവിന്റെ മറ്റൊരു പ്രത്യേകത ചില കാര്യങ്ങൾ വിചാരിക്കാത്ത സമയത്ത് പെട്ടെന്ന് നടത്തി തരുമെന്നതാണ്. നിങ്ങൾ ഒരുപക്ഷെ ദീർഘനാളായി ഒരു നല്ല കോഴ്സിന് ചേരണമെന്നോ ഏതെങ്കിലും വലിയ കോളേജിൽ അഡ്മിഷൻ എടുക്കണമെന്നോ ആഗ്രഹിക്കുന്നുണ്ടാകാം. പല കാരണങ്ങളാൽ നടക്കാതിരുന്ന ഈ കാര്യങ്ങൾ പെട്ടെന്നൊരു ദിവസം അനുകൂലമായി വരികയും നിങ്ങൾക്കവിടെ പ്രവേശനം ലഭിക്കുകയും ചെയ്യും. ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് സ്വന്തം നാട് വിട്ട് ദൂരദേശങ്ങളിലേക്ക് പോകേണ്ടി വരാൻ വലിയ സാധ്യതയുണ്ട്. നിലവിലുള്ള സംസ്ഥാനം മാറി മറ്റൊരിടത്തേക്ക് പോകുന്നതിനെ കുറിച്ചോ അഡ്മിഷനും കോച്ചിങ്ങിനുമായി പുതിയൊരു നഗരത്തിലേക്ക് താമസം മാറ്റുന്നതിനെ കുറിച്ചോ നിങ്ങൾ ചിന്തിക്കും. ചിലർക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അവസരവും ലഭിച്ചേക്കാം. ഇതിനായി നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ വർഷം അത് തീർച്ചയായും നടക്കുക തന്നെ ചെയ്യും. ഈ കാലയളവിൽ രാഹു നിങ്ങളുടെ ചിന്തകളെ ശക്തമായി സ്വാധീനിക്കും. നിങ്ങൾ സ്വന്തമായൊരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചാലും മറ്റുള്ളവർ വന്ന് പറയുന്ന വാക്കുകൾ കേട്ട് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സ് മാറും. ഇത് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് മറ്റുള്ളവരുടെ വാക്കുകളിൽ വീണുപോകാതെ സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾ ഈ സമയം പ്രത്യേകം ശ്രദ്ധിക്കണം. 5ാം ഭാവം പ്രണയത്തിന്റെ ഗുണഭാവമായതുകൊണ്ട് അവിടെ നിൽക്കുന്ന രാഹു പങ്കാളികൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ നോക്കും. വളരെ നിസ്സാരമായ കാര്യങ്ങളെ ചൊല്ലി വലിയ വഴക്കുകളും സംശയങ്ങളും ഉണ്ടായേക്കാം. 2026 ഡിസംബർ 6 കഴിഞ്ഞാൽ രാഹു നിങ്ങളുടെ 4ാം ഭാവത്തിലേക്കും കേതു 10ാം ഭാവത്തിലേക്കും മാറും. ഈ 1.5 വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ചില മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. 4ാം ഭാവത്തിലെ രാഹു നിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളിൽ മാറ്റം വരുത്തും. വീടോ സ്ഥലമോ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നത് പോലുള്ള വസ്തു ഇടപാടുകളിൽ നിങ്ങൾ ഏർപ്പെടും. എന്നാൽ ഈ സമയം വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അനാവശ്യമായ തിടുക്കം കൂട്ടരുത്. കൂടാതെ നിലവിലുള്ള വാഹനം മാറ്റി പുതിയത് വാങ്ങാനും ഈ സമയം അനുകൂലമാണ്. 10ാം ഭാവത്തിലേക്ക് കേതു വരുന്നത് നിങ്ങളുടെ കരിയറിനെ ബാധിക്കും. ജോലി ചെയ്യുന്നവർക്ക് തങ്ങൾ ആഗ്രഹിച്ച രീതിയിലോ അല്ലാതെയോ ഉള്ള ഒരു സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട്. കൂടാതെ നിലവിൽ ചെയ്യുന്ന ജോലിയിൽ ഒരുതരം മടുപ്പോ വിരക്തിയോ തോന്നാൻ കേതു കാരണമാകും. പ്രത്യേകിച്ച് നിങ്ങൾ IT, അക്കൗണ്ട്സ്, കമ്പ്യൂട്ടർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ തുടങ്ങിയ മേഖലകളിലുള്ളവരാണെങ്കിൽ ഈ ജോലി മതിയാക്കി മറ്റെന്തെങ്കിലും പുതിയ മേഖലയിലേക്ക് തിരിഞ്ഞാലോ എന്ന് നിങ്ങളുടെ മനസ്സ് ശക്തമായി ആഗ്രഹിക്കും. ഈ 1.5 വർഷത്തിനുള്ളിൽ നിങ്ങൾ പുതിയ കോഴ്സുകൾ പഠിക്കാനോ പുതിയ കഴിവുകൾ വികസിപ്പിക്കാനോ ശ്രമിക്കും. ചിലർ ജോലി പൂർണ്ണമായി ഉപേക്ഷിച്ച് സ്വന്തമായി ബിസിനസ് തുടങ്ങാനോ എക്സ്ട്രാ വരുമാനം തരുന്ന മറ്റു മാർഗങ്ങൾ കണ്ടെത്താനോ തുനിയുന്നത് ഈ സമയത്ത് വ്യക്തമായി കാണാം. തുലാം രാശിക്കാരെ സംബന്ധിച്ച് രാഹുവിന്റെ ഏറ്റവും മികച്ചതും ഭാഗ്യപ്രദവുമായ സമയം ആരംഭിക്കുന്നത് 2028 ജൂലൈ മുതലാണ്. അപ്പോൾ രാഹു നിങ്ങളുടെ 3ാം ഭാവത്തിലേക്ക് പ്രവേശിക്കും. 2029 വർഷം മുഴുവൻ രാഹു ഇവിടെ തന്നെ തുടരും. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുവർണകാലമായിരിക്കും. 3ാം ഭാവത്തിലെ രാഹു നിങ്ങളെ അതീവ ബുദ്ധിശാലികളും തന്ത്രശാലികളുമാക്കി മാറ്റും. നിങ്ങളുടെ ചിന്തകൾക്ക് മൂർച്ച കൂടും. ഇന്നത്തെ കാലത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓൺലൈൻ ബിസിനസ്സുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ, പബ്ലിക് റിലേഷൻ, ഓൺലൈൻ പണമിടപാടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്
ഈ സമയം അപ്രതീക്ഷിതമായ വൻ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ഈ മേഖലകളിലുള്ളവർക്ക് 2028 ജൂലൈ മുതൽ 2029 അവസാനം വരെ വലിയ പുരോഗതി ഉണ്ടാകും. രാഹു നിങ്ങളെ പെട്ടെന്ന് സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഉയർത്തും. ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ പ്രശസ്തിയിലേക്കും സാമ്പത്തിക ലാഭത്തിലേക്കും നിങ്ങൾ എത്തിച്ചേരും. 3-ാം ഭാവത്തിലെ രാഹു തുലാം രാശിക്കാർക്ക് എല്ലാ അർത്ഥത്തിലും മികച്ചതും അനുകൂലവുമായ ഫലങ്ങൾ മാത്രമേ നൽകൂ. ഇനി നമുക്ക് നിങ്ങളുടെ ജീവിതത്തിലെ മറ്റു ചില പ്രധാന മേഖലകളെ കുറിച്ചുകൂടി വിശദമായി പരിശോധിക്കാം. പ്രധാനമായും സന്താനലബ്ധിയെക്കുറിച്ചോ സന്താനങ്ങളുടെ പുരോഗതിയെക്കുറിച്ചോ ആണ് നമ്മൾ നോക്കുന്നത്. തുലാം രാശിക്കാരുടെ ജാതകപ്രകാരം ഭാഗ്യത്തിന്റെയും അറിവിന്റെയും പ്രതീകമായ വ്യാഴം ഇപ്പോൾ 10-ാം ഭാവത്തിലാണുള്ളത്. വ്യാഴം അവിടെ നിന്ന് നിങ്ങളുടെ 2-ാം ഭാവത്തിലേക്ക് അഥവാ ധനസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ കുടുംബസ്ഥാനത്തേക്ക് ശുഭദൃഷ്ടി ചെയ്യുന്നു. ഈ അനുകൂല സാഹചര്യം 2027 ജൂലൈ മാസം വരെ തുടരും. ചുരുക്കത്തിൽ പറഞ്ഞാൽ 2026, 2027 കൂടാതെ 2028 പകുതി വരെയുള്ള കാലയളവ് തുലാം രാശിക്കാർക്ക് സന്താന ഭാഗ്യത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാനും കുടുംബത്തിൽ സന്തോഷം വരാനും ഈ സമയം ഏറെ സഹായിക്കും. 2028 ജൂണിന് ശേഷമുള്ള കാലയളവിൽ വ്യാഴത്തിന്റെ സ്ഥാനം മാറുന്നതുകൊണ്ട് ചില കാര്യങ്ങളിൽ നിങ്ങൾ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. 2028 ജൂൺ മാസത്തിന് ശേഷം വ്യാഴത്തിന്റെ ഗ്രഹസ്ഥിതി നിങ്ങൾക്കത്ര അനുകൂലമായ രീതിയിലല്ല വരുന്നത്. ഈ സമയത്ത് നിങ്ങളെ തളർത്താൻ നോക്കുന്ന ശത്രുക്കളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കയ്യിൽ ഒതുങ്ങാത്ത രീതിയിൽ ചിലവുകൾ വർദ്ധിക്കാനും ഈ ഗ്രഹമാറ്റം കാരണമാകും. 2028 ജൂണിന് ശേഷമുള്ള കാലയളവിലും 2029 പകുതി വരെയുള്ള സമയത്തും നിങ്ങൾക്ക് ഒരുപാട് ദൂരദേശങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരും. മാനസിക സമാധാനത്തിനായും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ആത്മീയ യാത്രകൾ നടത്താനും ഈ സമയം നിങ്ങൾ കൂടുതൽ താല്പര്യം കാണിക്കും. യാത്രകൾ കൂടുന്നതിനനുസരിച്ച് സ്വാഭാവികമായും നിങ്ങളുടെ ചെലവുകളും വലിയ രീതിയിൽ വർദ്ധിക്കും. ഈ വരുന്ന ചെലവുകളിൽ ഭൂരിഭാഗവും മക്കളുടെ വിവാഹം, പഠനം അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങൽ പോലുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കാം. എങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാതെ വരുന്ന അനാവശ്യ ചെലവുകളെ കൂടി നിങ്ങൾ ഈ സമയം മുൻകൂട്ടി കണ്ട് പണം കരുതി വെക്കേണ്ടതുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ നല്ലൊരു ആസൂത്രണമില്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. 2027 ജൂൺ 3 മുതൽ ശനി നിങ്ങളുടെ 7-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അവിടെ ശനി അടുത്ത 2.5 വർഷക്കാലം തുടരുന്നതാണ്. 7-ാം ഭാവത്തിൽ ശനി വരുന്നത് നീചസ്ഥിതിയിലാണ് അല്ലെങ്കിൽ ബലം കുറഞ്ഞ അവസ്ഥയിലാണ്. ഈ കാലയളവിൽ 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി നിങ്ങളുടെ ജന്മരാശിയെ നോക്കുന്നു. ഇത് കാരണം മനസ്സിൽ അനാവശ്യമായ ചിന്തകൾ കൂടും. ഒന്നിനെക്കുറിച്ചും വ്യക്തതയില്ലാതെ എപ്പോഴും ആലോചിച്ചു കൂട്ടി സമയം കളയുന്ന അവസ്ഥയുണ്ടായേക്കാം. പ്രത്യേക കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ മനസ്സിലെപ്പോഴും നെഗറ്റീവ് ചിന്തകൾ വരാൻ സാധ്യതയുണ്ട്. എന്റെ ജീവിതത്തിൽ ഇനി എന്തെങ്കിലും അബദ്ധം സംഭവിക്കുമോ, എന്റെ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കാതിരിക്കുമോ എന്നിങ്ങനെയുള്ള അനാവശ്യമായ ഭയവും ആശങ്കകളും നിങ്ങളെ അലട്ടിയേക്കാം. മാനസികമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെങ്കിലും വിവാഹം നടക്കാൻ ആഗ്രഹിക്കുന്ന തുലാം രാശിക്കാർക്ക് ഈ 2.5 വർഷക്കാലം വളരെ അനുകൂലമായ സമയമാണ്. ദീർഘനാളായി വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് പെട്ടെന്ന് ആലോചനകൾ ഒത്തുവരാനും വിവാഹം മംഗളകരമായി നടക്കാനും ഈ സമയം വലിയ സാധ്യതയുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ പല ആളുകളും കടന്നു വരും. പുതിയ ആളുകളുമായി പരിചയപ്പെടാനും അവരുമായി നല്ല സൗഹൃദത്തിലാകാനും നിങ്ങൾക്ക് അവസരം ലഭിക്കും. പുതിയ പങ്കാളിത്ത ബിസിനസ്സുകൾ ആരംഭിക്കാൻ ഈ സമയം വളരെ നല്ലതാണ്. ദിവസേന വരുമാനം തരുന്ന പുതിയ മാർഗങ്ങൾ കണ്ടെത്താനും ചെറിയ പാർട്ട് ടൈം ജോലികൾ ചെയ്ത് നിലവിലുള്ള വരുമാനത്തിനു പുറമെ അധികമായി പണം സമ്പാദിക്കാനും തുലാം രാശിക്കാർക്ക് ഈ സമയത്ത് സാധിക്കും. ഈ സമയത്ത് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കേണ്ടതുണ്ട്. നിങ്ങളുടെ 7-ാം ഭാവത്തിൽ ശനി നീചനായി നിൽക്കുന്നത് കൊണ്ട് പരിചയപ്പെടുന്ന ആളുകളെ പെട്ടെന്ന് വിശ്വസിക്കരുത്. അത് സ്ത്രീയായാലും പുരുഷനായാലും ശരി, പൂർണ്ണമായി മനസ്സിലാക്കാതെ സാമ്പത്തിക ഇടപാടുകളോ വ്യക്തിപരമായ കാര്യങ്ങളോ പങ്കുവെക്കരുത്. വിവാഹിതരായ തുലാം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഈ സമയം അനാവശ്യമായ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പങ്കാളിക്ക് അല്പം വാശിയും
ദേഷ്യവും ഈ കാലയളവിൽ കണ്ടേക്കാം. അതുകൊണ്ട് പങ്കാളിയോട് സംസാരിക്കുമ്പോൾ സംയമനം പാലിക്കുകയും വഴക്കുകൾ വരാതെ നോക്കുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ 4-ാം ഭാവത്തിലും ജന്മരാശിയിലും പതിക്കുന്നതിനാൽ ഭൗതികമായ ചില നേട്ടങ്ങളുണ്ടാകും. 2027 ജൂൺ മുതൽ 2028-29 വർഷങ്ങൾക്കുള്ളിൽ പുതിയൊരു വാഹനം വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും. വീട് പണിയോ അല്ലെങ്കിൽ മറ്റ് കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളോ ആരംഭിക്കാൻ ഈ സമയം വളരെ അനുകൂലമാണ്. എന്നാൽ ഈ സമയത്ത് നിങ്ങളുടെ സ്വഭാവത്തിൽ അല്പം വാശിയും മൂഡ് മാറ്റങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഇത് മറ്റുള്ളവരുമായുള്ള ബന്ധത്തെ ബാധിക്കാതെ നിങ്ങളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം. 2030 ശനി നിങ്ങളുടെ 8-ാം ഭാവത്തിലേക്ക് മാറുന്നു. ഈ ഗ്രഹമാറ്റം പഠനകാര്യങ്ങളിലും കരിയറിലും ചില നല്ല മാറ്റങ്ങൾ വരുത്തുമെങ്കിലും ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ വേണ്ട സമയമാണ്. 8-ാം ഭാവത്തിലെ ശനി ജ്യോതിഷം, ഗൂഢശാസ്ത്രങ്ങൾ, ആഴത്തിലുള്ള ഗവേഷണങ്ങൾ എന്നിവ പഠിക്കുന്നതിനും അറിവ് നേടുന്നതിനും വളരെ നല്ലതാണ്. നിങ്ങളുടെ കരിയറിലോ ജോലിയിലോ ചില പോസിറ്റീവായ മാറ്റങ്ങൾ വരാനും ഈ സമയം വഴിതെളിക്കും. എന്നാൽ 2030 വർഷത്തിൽ ആരോഗ്യകാര്യങ്ങളിൽ നിങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. പ്രധാനമായും പല്ല് സംബന്ധമായ രോഗങ്ങളും ദഹന സംബന്ധമായ പ്രശ്നങ്ങളും നിങ്ങളെ ബുദ്ധിമുട്ടിച്ചേക്കാം. 2030 ശനി 8-ാം ഭാവത്തിൽ വരുമ്പോൾ നിങ്ങളുടെ അഷ്ടമശനി ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അഷ്ടമശനി എന്ന് കേട്ട് നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇതിന്റെ ഫലം പൂർണ്ണമായും നിങ്ങളുടെ വ്യക്തിപരമായ ജാതകത്തിൽ ശനിയുടെ സ്ഥാനം എത്രത്തോളം ശക്തമാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. നിങ്ങളുടെ ജാതകത്തിൽ ശനി ദോഷസ്ഥാനത്താണെങ്കിൽ ചില വെല്ലുവിളികളും തടസ്സങ്ങളും ഉണ്ടായേക്കാം. എന്നാൽ ശനി അനുകൂല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയവും പുരോഗതിയും ഈ അഷ്ടമശനിയുടെ കാലത്തും കൈവരിക്കാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ തടസ്സങ്ങളും മാറുന്നതിനായി ദിവസവും മുടങ്ങാതെ ഹനുമാനെ ഭജിക്കുന്നത് ശീലമാക്കുക. ഇത് ശനിദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ ഏറെ സഹായിക്കും. ശനിഗ്രഹത്തിൽ നിന്നുള്ള ദോഷഫലങ്ങൾ അകന്നു മാറുന്നതിനായി ശനിസ്തോത്രം ദിവസവും 108 തവണ ഭക്തിയോടെ ജപിക്കേണ്ടതാണ്. നിങ്ങളുടെ ബുദ്ധിയും കരിയറും മെച്ചപ്പെടുന്നതിനും ബിസിനസ്സിൽ വലിയ പുരോഗതി ഉണ്ടാക്കുന്നതിനും ബുധസ്തോത്രം ജപിക്കുക. തുലാം രാശിക്കാർക്കായുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ജ്യോതിഷ വിവരങ്ങൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.